ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വന്നതാണേ. ഞാൻ ഈ ഇടയ്ക്കൊരു റീല് കാണാനായിട്ട് ഇടയായിട്ടോ. അതായത് ഒരു സെലിബ്രിറ്റിയാണ്, അത്യാവശ്യം ഒരുപാട് അറിയപ്പെടുന്ന സെലിബ്രിറ്റി അല്ല, എന്നാലും ചെറിയൊരു സെലിബ്രിറ്റിയാണ്. അത്യാവശ്യം സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചിട്ട് കുറേ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു ഡിപ്രഷനെ കുറിച്ച് ഇങ്ങനെ കളിയാക്കി പറയുന്ന പോലെ എനിക്കും തോന്നി കേട്ടോ. അവരൊരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു 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 സംഭവം ഒരു സ്റ്റേജാന്ന് ഞാൻ പറയും. കാര്യം നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ നമ്മൾ പല സ്റ്റേജസാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. പല സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി വിചാരിക്കാത്ത സ്റ്റേജസ്, അങ്ങനെ പല പല, എസ്പെഷ്യലി ഇത് കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാരും ഇത് ഫേസ് ചെയ്തിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി, അതുപോലെ അമ്മ, അങ്ങനെ അങ്ങനെ പല പല സ്റ്റേജസാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഞാനും ആ സ്റ്റേജ് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഇനിയും ഫ്യൂച്ചറിൽ അത്ര വലിയ ഏജൊന്നുമില്ല, എന്നാലും ഫ്യൂച്ചറിൽ ഇനിയും അങ്ങനെ പല സ്റ്റേജസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ട് തുടങ്ങിയത് യൂട്യൂബ്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ, അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കടന്നു കയറ്റത്തിൽ കൂടിയാട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാനും കടന്നു പോയിട്ടുള്ളതാണല്ലോ ഇത്. അപ്പോൾ അതാണല്ലേ ഈ ഡിപ്രഷൻ, അതാണല്ലേ ഈ മൂഡ് സ്വിങ്സ്. അപ്പോൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ഈ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലത്ര കളിയാക്കാനൊന്നുമില്ല. ഈ പറയുന്ന എല്ലാവരും തന്നെ അത് കടന്നു പോയിട്ടുണ്ടാവും. അവർ ധൈര്യസമേതം അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോവുക, അതാണ് ലൈഫ്. അത്രയേ ഉള്ളൂ. ബൈ ബൈ.